തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ സമീപനം കൊണ്ടുവന്നു. ഞങ്ങൾ പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത്. വികസിത കേരളം എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചു. ഡെവലപ്പിനെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും എന്തെല്ലാം വിഷയങ്ങൾ, ഇവിടെ സംഘടിത മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോയതാരാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും പുറകെ പോയതാരാണ്? മുസ്ലിം രാഷ്ട്രീയത്തെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാരാണ്? ഇതെല്ലാം CPM കോൺഗ്രസ് അല്ലേ? ഞങ്ങൾ അതിലൊന്നും തലവെച്ചു കൊടുക്കാതെ വികസനത്തിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. ഒരു പുതിയ പോസിറ്റീവ് പൊളിറ്റിക്സിന് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകി. കേരളത്തിലെ ജനസമൂഹം അതിനെ സ്വീകരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ തെളിവാണ് കോർപ്പറേഷനുകൾ ഞങ്ങളുടെ വലിയ വിജയമുണ്ടായത്. ഞങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. ഞങ്ങൾ ബാക്കി എല്ലാ കോർപ്പറേഷനിലും ഞങ്ങൾ നല്ല മുന്നേറ്റമുണ്ടാക്കി. കൊല്ലം കോർപ്പറേഷനിൽ CPM ഞങ്ങൾ തമ്മിൽ ഒരു സീറ്റിൻ്റെ വ്യത്യാസമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. കൊല്ലം കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി കൊല്ലത്ത് ഭരണം നടത്തുന്ന CPM ആണ്. ആ കൊല്ലം കോർപ്പറേഷൻ ഞങ്ങളും CPM തമ്മിലുള്ള വ്യത്യാസം ഒരു സീറ്റിൻ്റെ വ്യത്യാസമാണ്. നിങ്ങൾ അതൊക്കെയല്ലേ ആലോചിക്കേണ്ടത്? അത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് BJP വലിയ നേട്ടങ്ങൾ കൈവരിച്ചത്. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ വലിയ വിജയങ്ങളെല്ലാം ഞങ്ങൾ കരസ്ഥമാക്കിയത്. ധാരാളം ക്രിസ്ത്യൻ സഹോദരന്മാർ ജയിച്ചു വന്നിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്ര പ്രതീക്ഷിച്ചെന്ന് നിങ്ങൾക്കറിയും? ഇല്ലല്ലോ. ധാരാളം ആളുകൾ ജയിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ പ്രാവശ്യം BJPയുടെ കൗൺസിലർമാർ, മെമ്പർമാർ ഇൻക്ലൂസീവായിട്ടുള്ള പൊളിറ്റിക്സ് ഞങ്ങളല്ലേ നടത്തിയത്. ഞങ്ങൾ ജയിപ്പിച്ചവർ, ഞങ്ങൾ ഹിന്ദുക്കളെ ജയിപ്പിച്ചിട്ടുണ്ട്, ഹിന്ദു സമൂഹത്തിലെ അവാന്തര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ജയിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ക്രിസ്ത്യൻ സഹോദരന്മാരെ ജയിപ്പിച്ചിട്ടുണ്ട്, മുസ്ലിം സഹോദരന്മാരെ ജയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതെന്താ കാണാത്തത്? ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിന് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നേതൃത്വം കൊടുത്ത പാർട്ടി BJPയാണ്. പിന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മാത്രം ലക്ഷ്യം നേട്ടം ഉണ്ടാക്കാനല്ലോ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഈ സമുദായ ഐക്യമൊക്കെ പറയുന്നു, മുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു എന്ന് പറയുന്നു, ക്രിസ്ത്യാനികളോട് അടുക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഉള്ളിൽ ഈ വിദ്വേഷം തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആൾക്കൂട്ട ആക്രമണമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആക്രമണമായിട്ട് നമ്മളതിനെ കാണുന്നത്. BJP പ്രവർത്തകന്മാരുണ്ടെങ്കിൽ നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിടക്കണം. പിന്നെ BJP പ്രവർത്തകർക്ക് അധികാരം കൊടുത്തിട്ടുണ്ടോ? BJP ഉണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഒരാൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രവും രാഷ്ട്രീയമാണ്. കേരളത്തെ പോലെയുള്ള സംസ്ഥാനത്തിന് നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണ്, അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ക്രിമിനലുകളാണ്. ആ ക്രിമിനലുകളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് അത് ഇന്ന പാർട്ടിയാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ആൾക്കൂട്ടത്തിന്റെ രാഷ്ട്രീയം, ഈ മധു കൊല്ലപ്പെട്ടപ്പോൾ, ഒരു അട്ടപ്പാടിയിലെ മധു കൊല്ലപ്പെട്ടപ്പോൾ ആ കൊലപാതകയുടെ രാഷ്ട്രീയം ഞങ്ങൾ ചകഞ്ഞു പോയിട്ടില്ലല്ലോ. ഇവിടെ വാളയാർ സംഭവത്തിൽ എല്ലാ പാർട്ടിയിലുണ്ടെന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് എനിക്കറിയില്ല. ഞങ്ങൾ കരോള് നടത്തുന്ന പാർട്ടിയാണ്. അപ്പോഴാണ് ചുമ്മാ വരുന്നത്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. എന്താ കുഴപ്പം? അവർ NDA വിട്ടല്ലോ. NDA വിട്ട് കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോകുന്നത് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അത് അവർ തീരുമാനിച്ചോട്ടെ, കുഴപ്പമില്ല. NDA യോഗത്തിൽ പറയട്ടെ. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞോളാം. അദ്ദേഹം പോയിട്ടില്ലല്ലോ. ഇവിടെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നണി മാറാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അത് ഞങ്ങളുടെ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യും സ്വാഭാവികമായിട്ടും. ഞാനിപ്പോൾ BJP സംസ്ഥാന നേതൃയോഗത്തിൻ്റെ തീരുമാനമാണ് പറയുന്നത്. NDAയുടെ തീരുമാനം പറയേണ്ടത് എൻ്റെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ആ NDA യോഗം ചേരുമ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് അദ്ദേഹം അതിൻ്റെ അഭിപ്രായം പറയും. നിങ്ങളോട് അങ്ങനെ അതിർത്തി ഉണ്ടെന്ന് പറഞ്ഞോ? ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് അല്ല, ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ ഇങ്ങനെ പറയാം. ഞാൻ കേട്ടിട്ടില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇപ്പോഴത്തെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഈ വോട്ട് ശതമാനം വെച്ച് ആത്മവിശ്വാസത്തോടു കൂടി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം? തീർച്ചയായിട്ടും. വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ല, കേരളത്തിൻ്റെ പെർസെപ്ഷനാണ് പ്രധാനം. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ BJP അവതരിപ്പിച്ചിട്ടുള്ള ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു, ജനം സ്വീകരിച്ചു. അതിന് തുടക്കം തലസ്ഥാന നഗരിയിൽ നിന്നാണ്.
തിരുവനന്തപുരം ഒറ്റക്ക് ഭരിക്കാൻ BJPക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, NDAക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ 2026 കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രവും മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും.